വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അഡ്വാൻസ് സ്പോർട്സ് സ്കാനറിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഇത്രയും കണ്ടത് യൂസറിൻ്റെ ഇൻ്റർഫേസ് ആണ്. അതായത് ഫസ്റ്റ് മെയിൻ കാണുന്നത് യൂസർ എക്സ്പീരിയൻസിനുള്ള ഒരു ഹെൽപ്പ് ഓപ്ഷനാണ്. പ്രോഗ്രാമിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് എടുക്കാം. അതായത് ഇതിൻ്റെ എറർ ചെക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഒരു ഇഫ് കണ്ടീഷനിൽ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ 2 അണ്ടർസ്കോർ ഇട്ടിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ളത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മെയിൻ സ്പേസ് ഓക്കെ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യട്ടെ, ഇൻറ്റൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒന്ന് എൻ്റർ അടിച്ച് മാറ്റാം, നല്ലത്. ഓക്കെ, ഇപ്പോൾ ഞാൻ മേളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ഒതൻറ്റിക്കേഷൻ അങ്ങനെ എറർ ഹാൻഡ്ലിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ പേര് പോർട്ട് സ്കാനർ. അപ്പോൾ അതിന് വേണ്ടി അനാവശ്യമായ സ്പേസുകൾക്ക് ആവശ്യമില്ല. സ്പേസിങ് എപ്പോഴും കൺസിഡറേഷൻ ചെയ്യണം പൈത്തണായതുകൊണ്ട് തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് മെയിനായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്കാനിൻ്റെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് വന്നത്. അതായത് നിങ്ങൾക്ക് അടിയിൽ കാണാം ഒരു ഹാഷ് ഇട്ട് വെച്ച് കമൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് പോർട്ട് സ്കാനർ. അതായത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് മേളിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി അതിൻ്റെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാം. TGT ഹോസ്റ്റും TGT പോർട്ടും ആയിട്ട് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷനിലുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ റൺ ചെയ്യുന്ന സമയത്ത് യൂസ് ഓഫ് പ്രോഗ്രാം എന്നുണ്ടല്ലേ, ഫസ്റ്റ് ലൈൻ പാഴ്സറിൻ്റെ അതിൽ -H ടൈപ്പ് ചെയ്ത ശേഷം പോർട്ടും ടൈപ്പ് ചെയ്യണം. -H ശേഷം ഹോസ്റ്റ് ടൈപ്പ് ചെയ്യണം, പിന്നെ പോർട്ട് കണ്ടില്ലേ അവിടെ -H ടാർഗറ്റ് ഹോസ്റ്റ്. ഇപ്പോൾ ഞാൻ അവിടെ www.google.com yahoo.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് മനസ്സിലാവണമെന്നൊന്നും വന്നെന്നില്ല ഇതെന്ത് സാധനമാണെന്ന്. IP അഡ്രസ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കത് റിസോൾവ് ചെയ്യണം. അതായത് ഒരു ഹോസ്റ്റ് നെയിം അടിച്ചു കഴിഞ്ഞാൽ yahoo.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് എനിക്ക് മനസ്സിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ട്രൈ എക്സെപ്റ്റ് എന്നുള്ളൊരു ഇത് ഉപയോഗിക്കുക. കാരണം എറർ വന്നു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ക്രാഷ് ആവരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. പൈത്തണിൽ ആദ്യം വന്നവരാണെങ്കിൽ ഇത് പൈത്തണിൽ ഇങ്ങനെ ചെയ്യുന്നത് പഠിച്ചിട്ടാണ് നോക്കിയതൊക്കെ നല്ലത്. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണം, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒന്ന് ഇൻ്റർനെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്. ഈ ഒരു വേരിയബിൾ ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ ഈ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഓൾറെഡി പ്രീവിയസ് പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളത് അതേ ഫംഗ്ഷൻ തന്നെയാണ്. ഞാൻ വേരിയബിൾക്ക് അസൈൻ ചെയ്യാൻ പോകുന്നു. ആ ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് ഹോസ്റ്റ് ബൈ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ് ചെയ്ത TGT ഹോസ്റ്റിലെ അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കും. അതാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, TGT ഹോസ്റ്റ്. അപ്പോൾ ആ ഹോസ്റ്റ് നമ്മൾ പാസ് ചെയ്ത ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് TGT IP എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. ഇനി അത് നടന്നില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് എന്തൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. അൺനോൺ ഹോസ്റ്റ് എന്നോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ ഡെക്കറേഷനാണ്, നമ്മുടെ ആർട്ടിസ്റ്റിക് പൈലിൽ എന്തൊക്കെ തോന്നുന്നു അതുപോലെ ചെയ്തോ. കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഞാനിവിടെ ചെറിയൊരു പ്ലസ്സൊക്കെ ഇട്ട് നമ്മൾ പ്രോഗ്രാമിൽ കണ്ട് ശീലിച്ച കുറേ കാര്യങ്ങളിൽ തന്നെ എഴുതാം. അൺനോൺ ഹോസ്റ്റ്, സോറി സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, അൺനോൺ ഹോസ്റ്റ്. ഓക്കെ, അത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ നമ്മുടെ പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ മിസ്റ്റേക്ക് ഓക്കെ കൈ തട്ടി. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഹോസ്റ്റിൻ്റെ പേര് ഏതാ, TGT ഹോസ്റ്റ്. ജസ്റ്റ് നമ്മുടെ ഹോസ്റ്റ് കാണിക്കുന്നു, അൺനോൺ റിസൾട്ട് എന്ന് കാണിക്കുന്നു, അൺനോൺ ഹോസ്റ്റ് എന്ന് കാണിക്കുന്നു. IP അഡ്രസ്സ് എടുക്കാൻ റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ, വളരെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് സ്പേസ് ചെയ്യുന്നു. അടുത്തൊരു ട്രൈ എക്സിറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. സ്പേസിങ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫുൾ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് ഇൻറ്റൻറ്റ് ചെയ്യട്ടെ.
നിങ്ങളിത് ഒരു ലൈവ് ഡി ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി സുഖമായിരിക്കും. ഈ ടെർമിനലിൽ ചെയ്യണതുകൊണ്ടാണ് ഇത്ര ഇത് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓട്ടോ കംപ്ലീഷന് കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും, ഇൻഡൻറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ടിജിറ്റി നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, നെയിം എന്നുള്ളതിൻ്റെ ഇതൊക്കെ ടു ഗെറ്റ് ഹോസ്റ്റ് ബൈ. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, അതായത് അഡ്രസ്സിൽ നിന്ന് നമുക്ക് നെയിം തിരിച്ച് കിട്ടണം. അതിനുവേണ്ടി അഡ്രസ്സ് എന്നുള്ളത് ADDR അബ്രിവേഷൻ. ഓക്കെ, അവിടെ എന്താണ് IP അഡ്രസ്സാണ് വേണ്ടത്. IP അഡ്രസ്സിൽ നിന്നാണ് നമ്മൾ ഡൊമൈൻ നെയിം എടുക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി അത് കണ്ടില്ലേ IP, ഞാൻ സ്പേസ് ഇട്ടേക്കാൻ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരണ്ട എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ TGT_IP വേരിയബിൾസ് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് മാറിപ്പോരുത്. ക്യാപിറ്റലൈസേഷനൊക്കെ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ വേറെ വേരിയബിൾ മാറിപ്പോവും. ഓക്കെ, നമുക്കിനി ഇവിടെ പ്രിൻ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു സ്കാൻ റിസൾട്ട് വേണ്ടി പ്രിൻ്റ് ചെയ്യാം. സോ അതിന് വേണ്ടി ജസ്റ്റ് ഇതൊരു ഓൾട്ടർനേറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് ഒന്നും വരുത്താനൊന്നും പോകണില്ല. ജസ്റ്റ് ഒരു എറർ വന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബ്ലോക്കുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്കാനിങ് ബ്ലോക്ക് ഇതല്ല. ഓക്കെ, ജസ്റ്റ് നമുക്കതൊന്ന് സ്കാൻ റിസൾട്ട്സും പറഞ്ഞ് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം ആണ് കുറച്ച് നല്ലത്. അപ്പോൾ TGT നെയിം, കാരണം ഇവിടെ ഞാൻ ഒരു ഇൻഡെക്സ് 0 കൊടുക്കുവാണ്. കാരണം TGT നെയിം എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ കണ്ടില്ലേ, അതിനകത്തേക്ക് ഈ ഹോസ്റ്റ് നെയിം സ്റ്റോർ ആവുന്നത് ലിസ്റ്റായിട്ടാണ്. ലിസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 0 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ കൺഫ്യൂഷനൊന്നുമില്ല അതിനകത്ത്. ഞാനിപ്പോൾ എക്സ്പെക്റ്റിലേക്ക് പോകുന്നു. എപ്പോഴും വേർഡ് പറയും, പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുന്നു ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സ്കാൻ റിസൾട്ട്സ് ഫോർ നമുക്കൊരു TGT IPക്ക് വേണ്ടി കൊടുക്കാം. സോ ഇത് ഒരുപാട് ഇതൊന്നുമല്ല, എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇപ്പോൾ ക്രാഷ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്രാഷ് വരുന്നത് റയറാണെങ്കിലും ശരിക്കുന്നതാണ് തന്നെ നല്ലത്. സോ ഞാനിവിടെ TGP IP എന്നിടുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഒരു ഇപ്പം നമ്മൾ ഈ സ്കാനിങ് ജീവിതകാലം മൊത്തം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്കൊരു ഇത് വേണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ അടിയിൽ തന്നെ ഒരു ടൈം വേണമല്ലോ, ഇത്ര സെക്കൻഡ് വെയിറ്റഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെയും. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ഡിഫോൾട്ട് എന്നുള്ള ടൈം ഔട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സോറി, സ്പെല്ലിങ് കൂടിപ്പോയി. ഡിഫോൾട്ട് തന്നെ ടൈം ഔട്ട്. ഓക്കെ, ഇതൊരൊറ്റ വേർഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്കൻഡ്സിൽ എത്ര നമ്പറുകൾ കൊടുക്കാം. അപ്പോൾ 1 സെക്കൻഡ് ചെയ്യുമ്പോൾ കണക്ഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്കാം. കാരണം ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒരുപാട് തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സ്കാനിങ്ങിൻ്റെ ടൈം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഇത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആദ്യം അതിനു മുമ്പ് ഓക്കെ, അപ്പോൾ ബാക്ക് സ്പേസിൻ്റെ കളേഴ്സ് കളയട്ടെ, എന്തോ ഡിസ്ട്രാക്റ്റിങ് പോലെ തോന്നുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫോർ ലൂപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വേരിയബിൾ ടൈപ്പ് ചെയ്യുന്നു, ഇൻ പോർട്സ്. അത് ഇപ്പോൾ TGT പോർട്സ് വേണം. അതായത് ഞങ്ങൾ TGT പോർട്സും പിന്നെ TGT പോർട്ട് നമ്മൾ മാറരുത്. സോ ഞാനിവിടെ TGT എന്ന് എടുക്കുന്നു. അതായത് ഈ TGT പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ TGT പോർട്ടാണ്. TGT പോർട്സിന് പുതിയ വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഇറ്ററേഷനിലും TGT പോർട്ടിൽ നിന്നുള്ള ഓരോ പോർട്ട് TGT പോർട്സിനകത്തേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ആ സ്റ്റോറായ പോർട്സാണ് നമ്മൾ സ്കാനിങ്ങിലേക്ക് അയക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ത്രെഡിങ് യൂസ് ചെയ്യും. മേളിൽ കണ്ടില്ലേ ഇമ്പോർട്ട് ത്രെഡിങ് ഫ്രം ത്രെഡിങ് ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ളത്. നമ്മൾ ത്രെഡിങ്ങിലെ എല്ലാ ലൈബ്രറീസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടി ഒരു വേരിയബിൾ Q1AD. സോ നമുക്ക് ഇതിനകത്ത് ടാർജറ്റ് വേണം. അപ്പോൾ ടാർജറ്റിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ, സ്കാൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ, അത് നമ്മൾ ടാർജറ്റിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ടാർജറ്റ് നമ്മൾ കോൺ സ്കാൻ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കണക്ഷനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ നമ്മുടെ പർപ്പസിന് സാമ്യമായിട്ടുള്ള പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ ഒരു ഫുൾ നെയിം കണക്ഷൻ സ്കാൻ എന്ന് കൊടുക്കാം. ഈ സ്കാൻ നമ്മൾ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്യണം. ഈ കണക്ഷൻ സ്കാൻ എന്ന ഫംഗ്ഷനാണ് പോർട്ട് സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ TGT ഹോസ്റ്റും നമ്മുടെ പാരാമീറ്റേഴ്സിനെ കൊടുക്കാം, ആർഗ്യുമെൻറ്റ്സിനെ കൊടുക്കാം.
TGT പോർട്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കിവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. എന്താണ് ടൈപ്പ് കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് വേറൊരു അതായത് ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയും. ഇവിടെ ഈ സോക്കറ്റിന് പ്രത്യേകതയുണ്ട്. സോക്കറ്റ് ലൈബ്രറി എപ്പോഴും പോർട്ടുകൾ ഇൻഡിവിജ്വലായിട്ട് വേണം കണക്കാക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഈ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ TGT പോർട്ടിന് നമ്മൾ ഇൻറ്റ് കൊണ്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻറ്റ് ഓഫ് TGT പോർട്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കാണും. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫംഗ്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ T. നമുക്കൊരു സ്റ്റാർട്ട് ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കോൾ ആയിക്കോളും. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TGT ഈ നമ്മൾ ട്രിഗർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇതില്ലേ കണക്ഷൻ സ്കാൻ എന്നുള്ളത്, അത് മുകളിൽ ഡിഫൈൻ ചെയ്യണം. അതാണ് പോർട്ട് സ്കാൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. അതോടുകൂടി അത് പാർട്ട് 3, അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് പാർട്ട് 3. അതോടുകൂടി നമ്മുടെ